മറ്റു ദേവതകളെ അപേക്ഷിച്ച് വളരെ സവിശേഷതകളുള്ള ഒരു ദേവചൈതന്യമാണ് കൊല്ലൂർ മൂകാംബിക എന്നത്. ആദിപരാശക്തിയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ നേരിട്ടുള്ള ക്ഷണം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൊല്ലൂരിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ദേവി നമ്മളെ വിളിക്കണമെങ്കിൽ നമ്മുടെ കർമ്മവിനകൾ നീങ്ങേണ്ടതുണ്ട്. ദേവീ കൃപ ലഭിക്കാതെ ഒരിക്കലും മൂകാംബിക യാത്ര നമുക്ക് സാധ്യമല്ല. നമ്മുടെ തടസ്സങ്ങൾ നീങ്ങി ആ ദിവ്യമായ ചൈതന്യത്തെ ദർശിക്കുവാൻ അമ്മ നമ്മളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ജപം ചെയ്യേണ്ട ഒരു മന്ത്രമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മന്ത്രം ചുരുങ്ങിയത് 21 തവണ ജപം ചെയ്യാം. 41 വട്ടം ശുഭപ്രദവും 48 അതിശുഭപ്രദവുമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഭഗവതി പരദേവതേ പ്രസീദ ത്രിപുരഹര പ്രിയവല്ലഭേ ഭവാനി അശരണമതിദീനമാനസമാം സകൃപാ മനോജ്ഞ ശീതളൈരപാങ്കൈ. ഇതാണ് മന്ത്രം. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. സാമ്പത്തിക വർധനവുണ്ടാകും. കൊല്ലൂരിലേക്ക് യാത്ര പോകുന്നതിന് എന്താണോ നമ്മിൽ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സം മാറും. സാമ്പത്തികമാണ് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് എങ്കിൽ സമ്പത്ത് കൈകളിലേക്ക് വരും. ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് പോക്ക് മുടങ്ങുന്നത് എങ്കിൽ ആരോഗ്യം കൈവരും. നിങ്ങൾക്ക് പോകാൻ അറിയില്ല എങ്കിൽ അത്തരത്തിൽ പോകുന്ന സംഘങ്ങളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. ഇതിനെക്കുറിച്ച് പൂർണ്ണമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.